വസലക ലകും ഫീഹാ സുബുലൻ. സലക സലക എന്നുള്ളത് പ്രവേശിച്ചു എന്ന അർത്ഥത്തിലും പറയും, പ്രവേശിപ്പിച്ചു എന്ന അർത്ഥത്തിലും പറയും. സലക ആ ക്രിയൻ്റെ ഒരു പ്രത്യേകതയാണത്. ചില ക്രിയ ഉണ്ടല്ലോ, അത് സകർമ്മക ക്രിയയായിട്ടും അകർമ്മക ക്രിയയായിട്ടും പ്രയോഗിക്കും. അതിൽ പെട്ടതാണ് നമ്മുടെ സലക. പ്രവേശിച്ചു എന്ന അർത്ഥത്തിൽ വരും സലക. അപ്പം മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. മൻ സലക ത്വരീഖൻ, ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചു. അപ്പോൾ ക്രിയ ഏതാ? സകർമ്മ ക്രിയയാണോ അകർമ്മ ക്രിയയാണോ? എന്ത് ഈ സകർമ്മകം, എന്താണ് ഈ അകർമ്മകം? അറബിയിൽ മുതഅദ്ദി എന്ന് പറയും. ഇതിന് ലാസിം എന്ന് പറയും. ലാസിം സകർമ്മ ക്രിയ. കർത്താവിൻ്റെ ക്രിയ കർമ്മത്തിലേക്ക് വിട്ടുകിടന്നാൽ അതിന് മുതഅദ്ദി സകർമ്മകം എന്ന് പറയും. കർത്താവിൻ്റെ ക്രിയ കർമ്മത്തിലേക്ക് വിട്ടുകിടക്കാത്തത് അകർമ്മകം ലാസിം എന്ന് പറയും. അതാണ് ഫാഇലിൻ്റെ ഫിഅൽ മഫ്ഊലിലേക്ക് വിട്ട് കിടന്നാൽ. ഇപ്പം ദറബ മുഹമ്മദുൻ ദറബ സെയ്ദുൻ അംറൻ, ദറബ സെയ്ദുൻ അംറൻ മുഹമ്മദ് എന്നൊക്കെ അത് വ്യാകരണത്തിൽ പറയും. പക്ഷേ നമ്മൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖാമുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ദറബ സെയ്ദുൻ അംറൻ. ദറബ സെയ്ദുൻ, സെയ്ദ് അടിച്ചു. ആരെ അടിച്ചു? അംറൻ, അംറിനെ അടിച്ചു. അപ്പോൾ പിന്നെ സെയ്ദ് അടിച്ചു ഉണ്ടാ, സെയ്ദാണ് കർത്താവ്. ക്രിയ ദറബ അടിച്ചു. ആരിലേക്ക് വിട്ടുകിടന്നത്? മഫൂലിലേക്ക് വിട്ടുകിടന്നു. അംറനെ അടിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ക്രിയ കർമ്മത്തിലേക്ക് വിട്ടുകിടന്നു. അതാണ് മുതഅദ്ദി സകർമ്മകം എന്ന് പറയുന്നത്, കർമ്മമുള്ള ക്രിയയാണ്. എന്നാൽ ദഹബ സെയ്ദുൻ, സെയ്ദ് പോയി ഉണ്ടാ, അവിടെ കർത്താവിൻ്റെ ക്രിയ കർമ്മത്തിലേക്ക് വിട്ടെടുക്കണ്ടല്ല. ദറബ അടിച്ചു. ആരെ അടിച്ചു? എന്തിനെ അടിച്ചു? പോത്തിനെ അടിച്ചു, പശുവിനെ അടിച്ചു, അല്ലെങ്കിൽ അംബറിനെ അടിച്ചു. അതിനൊരു ഉത്തരമുണ്ട്. അതേസമയം ദഹബ സെയ്ദുൻ, സെയ്ദ് പോയി. ആരെ പോയി? എന്തിനെ പോയി പറയില്ല, ആരെ പോയി അറിയില്ല. അതുകൊണ്ട് തന്നെ ലാസിമായ ക്രിയയാണ് പിന്നെ ദഹബ. ദറബ മുതഅദ്ദിയായ ക്രിയയാണ്. ഇന്ന് ഈ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇത് ഡിസംബർ 18 അല്ലേ? ഡിസംബർ 18 ഒരു പ്രത്യേകത ഉണ്ട്. ലോക അറബി ഭാഷാ ദിനാണ്. ലോക അറബി ഭാഷാ ദിനാണ്. ഈ അറബി ഭാഷാ ദിനം എന്ന് ഈ ഭാഷയ്ക്ക് അതിൻ്റെ ഒരു ആദരവ് കൽപ്പിച്ചിട്ടാണ്. മാത്രമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ ഏതാ? അറബിയാണ്. പറയപ്പെടുന്നത് ചൈനയാണ്. കാരണം ചൈനീസ് അവരല്ലേ എണ്ണം കൂടുതൽ. ചൈനീസ് ഭാഷയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സ്പാനിഷൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയൊക്കെ ഇംഗ്ലീഷ് വരുന്നത്. ഏതായാലും പിന്നിട്ടൊക്കെയാണ് അറബി ഭാഷ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അറബി ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ലോകത്ത് ഈ ഒരു ശരിക്കൊരു സൂക്ഷ്മ കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൈനീസ് ഭാഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേള അറബി ആയിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ. പക്ഷേ പലർക്കും എന്ത് വേണ്ട, ഈ അറബികൾക്ക് പോലും ഒന്നും അറബി വേണ്ട. അറബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും നെറ്റി ചുളിയുന്ന ഒരവസ്ഥയാണുള്ളത്. നമ്മളുടെ പിന്നെ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താ അറിയോ? മൻ കാന ഉമ്മിയൻ ഫിൽ അറബിയ്യ കാന ഉമ്മിയൻ ഫി ശരിയ. മൻ കാന ഉമ്മിയൻ ഫിൽ അറബിയ്യ, ആരെങ്കിലും അറബി ഭാഷയിൽ ഉമ്മിയാണെങ്കിൽ, നിരക്ഷരനാണെങ്കിൽ, വിവരമില്ലാത്തവനാണെങ്കിൽ, കാന ഉമ്മിയൻ ഫി ശരിയ, അവന് ശരീഅത്തിലും എന്തില്ല, ശരീഅത്തിലും അവന് ഉമ്മിയായിരിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 11 സ്ഥലത്ത് പറയുന്നുണ്ട് ബിലിസാനിൻ അറബിയിൻ മുബീൻ. അറബി ഭാഷയിലാണ് ഈ കിതാബ് ഇറങ്ങിയിട്ടുള്ളതെന്ന്. വിശുദ്ധ ഖുർആൻ്റെ ഭാഷ അറബിയാണ്. ആദരവിട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷ അറബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പിന്നെ പഠിപ്പിച്ചത് അറബി ഭാഷയിലാണ്. അതിൻ്റെ അർത്ഥം അറബി അല്ലാത്ത ഭാഷ നമുക്ക് വേണ്ട എന്നുള്ളതല്ല, നമ്മൾ പറയാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, അത് പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷേ ഇതിന് മുഖവിലൊക്കെ എടുക്കാതെ അതൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, അത് സ്വീകരിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു വിഷമം അതാണ്. ഇന്ന് ആളുകൾ അറബി ഭാഷ കൊണ്ട് കാണിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ആളുകളും
ഫത്വ നൽകുന്നവരായിട്ട് വരെ മുന്നോട്ടാണ്. പക്ഷേ അവർക്ക് ഫത്വ പറയണമെന്നുണ്ടെങ്കിൽ അറബി ഭാഷയിൽ ഉണ്ടാകേണ്ട പ്രാഥമിക അറിവുകൾ പോലും ഇല്ല എന്നുള്ളതാണ്.